الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله مولانا العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال سيدنا محمد صلى الله عليه وسلم لكل أمة فتنة وفتنة أمتي المال. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك. يا أكرم الثقلين يا كنز الغنى جد لي بجودك وأرضني برضاك. أنا طامع بالجود منك ولم يكن لأبي سفانة في الأنام سواك. ഏറ്റവും ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠൻ അബ്ദുൽ കരീം ദാരിമി അവറുകളെ, ബഹുമാന്യനായ ബഷീർ മാസ്റ്റർ, ടി കെ മുഹമ്മദ് അലി ഹാജി, സർവാദരണീയനായ മമ്മൂട്ടി മുസ്ലിയാർ, നല്ലവരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടിയുടെ 4-ാം ദിവസമായ ഇന്ന് ലളിത ജീവിതം മഹിത ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹക്ക് പോലെ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഓരോ മനുഷ്യനും ഈ ഭൂമിലോകത്ത് പ്രസവിച്ചു വീണത് മുതൽ ഈ ഐഹിക ലോകത്തിനോടുള്ള താല്പര്യവും മോഹിച്ചത് മുഴുവനും സ്വന്തമാക്കാനുള്ള അതിയായ ആഗ്രഹവും നമ്മുടെ രക്തത്തിൽ തന്നെ ഊട്ടപ്പെട്ടതുപോലെയാണ്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ. മനുഷ്യരുടെ മുമ്പിൽ വളരെ ആലങ്കാരികമായി ഭംഗിയാക്കപ്പെട്ടിരിക്കുകയാണ് അവർക്കുള്ള വികാരങ്ങൾ. സമ്പത്തിനോടും സ്ത്രീകളോടും അതുപോലെ തന്നെ നല്ല കരുത്തരായ ആൺമക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐഹികമായ സുഖങ്ങളോടൊക്കെ മനുഷ്യർക്ക് വലിയ താല്പര്യമാണ്. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനും പറയുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുപ്പിച്ച് കാണിക്കൽ നിങ്ങളെ ജോലി തിരക്കിലാക്കിയിരിക്കുകയാണ്. സമ്പത്ത് പെരുപ്പിച്ച് കാണിക്കൽ,
പ്രതാപം പെരുപ്പിച്ച് കാണിക്കൽ, അതുപോലെ ഐഹികമായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന സർവ്വകാര്യങ്ങളെയും പെരുപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പേരിൽ മത്സരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ തിരക്കിലായിരിക്കുന്നു. ഏതുവരെ? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ മഖ്ബറ സന്ദർശിക്കുന്നത് വരെ, അഥവാ നിങ്ങൾ മരിക്കുന്നത് വരെ. 3 കെട്ടുകെട്ടി നിങ്ങളെ ഖബറിങ്കൽ എത്തിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള തിരക്കിലാണ്. സാമ്പത്തികമായി പെരുപ്പിച്ച് കാണിക്കുവാനുള്ള, ഐഹിക സുഖങ്ങൾ വാരിക്കൂട്ടുവാനുള്ള തിരക്കിലാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനും സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു പ്രത്യേക സ്വഭാവമാണ് മനുഷ്യർക്കുള്ളത്. ഒരാൾ സങ്കടപ്പെടുന്നത്, ഇന്ന് കഞ്ഞി വെക്കാനുള്ള അരി കിട്ടിയിട്ടില്ലല്ലോ, എങ്ങനെയാണ് കഞ്ഞി വെക്കുക, എങ്ങനെയാണ് മക്കൾക്ക് കഞ്ഞി കൊടുക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് തലപുകയുന്നൊരു കുടുംബം. അതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു കുടുംബത്തിൻ്റെ ചിന്ത എന്താണ്? നമ്മുടെ ഇരുനില കെട്ടിടം, നാം താമസിക്കുന്ന വീട് ഔട്ട് ഓഫ് ഫാഷനായി മാറിയിരിക്കുന്നു. ഇത് പഴയ കാലത്തുണ്ടാക്കിയ വീടാണ്. ഇതെല്ലാം അടിച്ചു പൊളിച്ച് ഒരു പുതിയ മോഡൽ വീടുണ്ടാക്കണം. അതിനൊരു കോടി ഉറപ്പിക്കുകയെങ്കിലും വേണം, അല്ലെങ്കിൽ 1.5 കോടി വേണം. അതെങ്ങനെ നേടിയെടുക്കണം, എങ്ങനെ തുടങ്ങണം, അതിനെ സംബന്ധിച്ചാണ് മറ്റൊരാളുടെ ചിന്ത. ഒരാൾ കഞ്ഞി വെക്കാനുള്ള അരി കിട്ടുന്ന കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ, അതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ, ആശിക്കുമ്പോൾ, മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ഇരുനില കെട്ടിടം പൊളിച്ചു മാറ്റി മറ്റൊരു പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള ശ്രദ്ധയാണ്. മറ്റൊരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ വാഹനം 4-5 ലക്ഷം രൂപ മാത്രം വിലയുള്ളതാണ്, അതൊരു 30-35 ലക്ഷത്തിൻ്റെ വാഹനമാക്കാൻ എന്താണ് വഴി എന്നതിനെ സംബന്ധിച്ച് അതിനു വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്നു അവൻ. മറ്റൊരാൾ ചിന്തിക്കുന്നത്, ടൗണിൽ ഒരു 5 കോടി രൂപയുടെ സമ്പത്ത് വിൽക്കുന്നുണ്ട്, അത് കൈവശപ്പെടുത്താൻ എന്താണ് മാർഗം. ഇങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ ചിന്തകൾ. ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരുകയില്ല. ഒരാഗ്രഹം പൂവണിയുന്നത് വരെ നമ്മൾ ആഗ്രഹിക്കും, അത് കിട്ടിയാൽ എൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയായി. അത് വെറുതെ തോന്നുകയാണ്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം കുറയുകയും അതിനേക്കാൾ വലുത് ആഗ്രഹിക്കുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒരു കാറില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ് കിട്ടുന്നത് വരെ അതിനോട് അവൻ ആശയാണ്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം കുറച്ച് കാണുന്നു, അതിനേക്കാൾ മൂല്യമുള്ളത് കിട്ടണം എന്നവൻ ആഗ്രഹിക്കും. ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ സാലിസ. മനുഷ്യപുത്രന്, മനുഷ്യമക്കൾക്ക് സ്വർണത്തിൻ്റെ 2 മലകളുണ്ടെങ്കിൽ 3ാമത്തെ ഒരു മല കൂടി കിട്ടണമെന്നവൻ ആഗ്രഹിക്കും. സ്വർണത്തിൻ്റെ 2 മലയേ ഉള്ളൂ, 2 ഉള്ളൂ. ഒരു സ്വർണ്ണമലയും കൂടെ കൈവശപ്പെടുത്താൻ എന്താണ് വഴി എന്ന് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കും. ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ഈ നശിച്ച ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അത് അനന്തമായി തുടരുകയാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല. ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മനുഷ്യന്റെ വയറ് നിറക്കുകയില്ല ഇല്ല തുറാബ്, മണ്ണല്ലാതെ. സ്വർണത്തിന്റെ മല കിട്ടിയാലും അവന്റെ ആർത്തി തീരുകയില്ല. അവന്റെ ആർത്തി തീർക്കാൻ കഴിയുന്നത് മണ്ണിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഖബറിൽ വെച്ച് അവന്റെ വായിൽ മണ്ണ് കടക്കുമ്പോഴാണ് അവന്റെ ആർത്തി തീരുന്നത് എന്നർത്ഥം. ഖബറടക്കപ്പെടുന്നത് വരെ അവന്റെ മോഹങ്ങൾ തീരുന്നില്ല. മാത്രമല്ല, ഒരു മഹാനായ കവി പാടുന്നത്, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ദുന്യാവ് കൂട്ടിപ്പിടിക്കുവാൻ, സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാ വരുന്നത്. അദ്ദേഹം പാടുന്ന കവിത ഇങ്ങനെയാണ്: വഫീ ഖബ്ലിക ഫിത്തിഫിലി ഇന്ദാ വിലാദതി ദലീലുൻ അലാ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി വഫീ ബസ്തിഹാ ഇൻദൽ മമാതി ഇശാറത്തുൻ അലാ ഫൻളുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈഇ. മഹാനായ കവി വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ് മനുഷ്യന്റെ ദുനിയാവിനോടുള്ള ആർത്തി. എത്ര കിട്ടിയാലും മതി വരാത്ത, മോഹിച്ചത് മുഴുവനും സ്വന്തമാക്കാനും പിടിച്ചടക്കാനുമുള്ള മനുഷ്യന്റെ ആഗ്രഹം. വഫീ ഖബ്ലിക ഫിത്തിഫിലി ഇൻദാ വിലാദതി
ദലീലുൻ അലാ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി. ഒരു മനുഷ്യക്കുഞ്ഞ് പ്രസവിച്ച് വീഴുന്ന സന്ദർഭത്തിൽ ആ രണ്ട് കുഞ്ഞിന്റെ മുൻകൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് വരുന്നത്, വിരലുകളൊക്കെ മടക്കി പിടിച്ചുകൊണ്ടാണ്. പിഞ്ചോമനയുടെ ചുവന്ന കൈകൾ ചോരപ്പൈതലിന്റെ ഇരുകരങ്ങളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച നിലയിലാണ് വരുന്നത്. എനിക്ക് പിടിച്ചടക്കണം, എനിക്ക് പിടിച്ചടക്കണം, സ്വന്തമാക്കണം എന്ന ചിന്തയാണത് സൂചിപ്പിക്കുന്നത്. അലാ ഫൻളുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈ. ഇനി അതേ കുഞ്ഞ് തന്നെ വലുതായി മരിക്കുന്ന ഘട്ടം വന്നാൽ, ജനിക്കുന്ന സമയത്ത് രണ്ട് കൈകളും ഇങ്ങനെ പിടിച്ചടക്കാനുള്ള ത്വരയോടുകൂടെ വരുമ്പോൾ, ആ കുട്ടിക്ക് സ്വന്തമാക്കാനുള്ള പിടിച്ചടക്കാനുള്ള മോഹത്തോടുകൂടെയാണ് വരുന്നതെങ്കിൽ, മരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുകയാണ് ചെയ്യുക. ജനിക്കുന്ന സമയത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന കൈകൾ മരിക്കുന്ന സമയത്ത് കൈകാലുകൾ ഇങ്ങനെ നീട്ടി വിരലുകളെല്ലാം നീട്ടിപ്പിടിക്കും, കൈ ഇങ്ങനെ തുറന്നു പിടിക്കും. കൈ നീട്ടിപ്പിടിക്കുന്നതിൽ ഒരു വലിയ സൂചനയുണ്ട്. എന്താണ് ആ സൂചന? അലാ ഫൻളുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈ. അലാ അറിയുക, ഫൻളുറൂനി എന്നെക്കൊള്ള നോക്കൂ ജനങ്ങളെ, ജീവിച്ചിരിക്കുന്ന ജനങ്ങളെ എന്നെക്കൊള്ള നോക്കൂ. ഖദ് ഖറജ്തു ബിലാ ശൈ. ഒന്നും കൊണ്ടുപോവാതെയാണ് ഞാൻ പോകുന്നത്, വെറും കൈയോടെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ കയ്യിൻ്റെ ഉള്ളിലൊന്നുമില്ല, വെറും കൈയോടെ പോകുന്നു, എന്നെക്കൊള്ള നോക്കൂ എന്ന സൂചനയാണ് മരിക്കുന്ന സമയത്ത് കൈ നിവർത്തി പിടിക്കുമ്പോഴുള്ളതെന്നൊരു കവി പാടിയതുപോലെ, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ രക്തത്തിലൂട്ടപ്പെട്ടതുപോലെ ദുനിയാവിനോടുള്ള മോഹം, മോഹിച്ചത് മുഴുവനും സ്വന്തമാക്കണം. ഒരു കാര്യം മോഹിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കലോ സത്യാസത്യങ്ങൾ വേർതിരിക്കലോ ഒന്നും അവന് പ്രശ്നമല്ല. അവന് പണമായാൽ മതി, അവന് സമ്പത്തായാൽ മതി, പണമായാൽ മതി. പലിശന്റെ പണമായാലും കുഴപ്പമില്ല, ലോട്ടറി എടുത്താലും കുഴപ്പമില്ല, കൂറുകച്ചവടക്കാരനെ പറ്റിച്ചാലും പ്രശ്നമില്ല. ഏത് രൂപത്തിലായാലും പണം കിട്ടണം, പണം കിട്ടണം എന്ന ചിന്തയല്ലാതെ, സ്വന്തം സുഖത്തെപ്പറ്റിയുള്ള ചിന്തയല്ലാതെ മറ്റൊരാളെപ്പറ്റി ചിന്തിക്കാൻ അവന് സമയമുണ്ടാവില്ല. ഇതാണ് പൊതുവെ മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ, ബഹുമാനപ്പെട്ട വിശുദ്ധ ഇസ്ലാം അത് തിരുത്തുകയാണ്. മനുഷ്യന്റെ അതിരില്ലാത്ത മോഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് അവനെ ഇലാഹിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുകയും ലക്ഷ്യബോധമുണ്ടാക്കി കൊടുക്കുകയും അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു ദുനിയാവിൻ്റെ ചതികളെ സംബന്ധിച്ച്. എന്താണ് ദുനിയാവിൻ്റെ ചതി? വിശുദ്ധ ഖുർആൻ തന്നെ ദുനിയാവിനെ പറ്റി പറയുന്നത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. വഞ്ചനയുടെ വിഭവം, മതാഉൽ ഗുറൂർ. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവം, വഞ്ചിക്കാനുള്ള, നിങ്ങൾ ആകർഷിപ്പിക്കുന്ന മനോഹരമായ വിഭവമാണ്. അതാ ദുനിയാവ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടുപോകും. വഞ്ചനയുടെ വിഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. വഞ്ചനയുടെ വിഭവം മതാഉൽ ഗുറൂർ, ഖുർആന്റെ ശൈലിയാണത്. നമ്മൾ ജീവിക്കുന്ന ദുനിയാവിനെ സംബന്ധിച്ചൊരു ബോധം നമുക്കുണ്ടാവണം. അതുണ്ടാക്കി കൊടുക്കുന്നത് പ്രവാചകന്മാരാണ്. അല്ലാത്ത ആളുകൾ മനുഷ്യർക്ക് മോഹങ്ങളുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നത്തെ ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ, മീഡിയകൾ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ആർത്തി ഉണ്ടാക്കുകയാണ് മനുഷ്യനിൽ ആർത്തി കുത്തിവെച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കാൻ, സമ്പത്ത് വാരിക്കൂട്ടാൻ, കുറുക്ക് വിദ്യകൾ ഉണ്ടാക്കാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നു. പുറത്തിറങ്ങുന്ന ഭൗതിക മാസികകളും ചാനലുകളും മീഡിയകളും മുഴുവനും മനുഷ്യനിക്ക് ആർത്തി ഉണ്ടാക്കുന്നു. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും കടം തരാം, ചെറിയ പലിശ മാത്രം. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ ആളുകളുണ്ട്. ഓരോ ഭാഗത്തേക്കും മാടി വിളിക്കുന്നു. മാസത്തിൽ 50,000, മാസത്തിൽ 1,00,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വരുമാനത്തിൻ്റെ വഴികളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലിശക്കാരൊരു ഭാഗത്ത്, ഇൻഷുറൻസിൻ്റെ ആളുകൾ വേറെ ഭാഗത്ത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അപകടം സംഭവിച്ചാൽ നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങൾ നിക്ഷേപിക്കൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് ആർത്തി ഉണ്ടാക്കി കൊടുക്കുന്നു.
മനുഷ്യർക്ക് വ്യാമോഹമുണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ മനുഷ്യരെ, പൊതുജനങ്ങളെ വ്യാമോഹിപ്പിച്ച് പണം തട്ടുന്ന ഒരു ബിസിനസ് ഒരു ഭാഗത്ത്, ഇങ്ങനെ വ്യാമോഹങ്ങളുണ്ടാക്കി ജനങ്ങളെ ആർത്തിയുടെ മൂർത്തി രൂപമാക്കി മാറ്റുമ്പോൾ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്, പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്, മനുഷ്യർക്ക് ബോധമുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ഐഹിക ലോകത്തെ സുഖം കൊണ്ട് ഒരിക്കലും ശാശ്വതമായ സമാധാനം, ശാശ്വതമായ സുഖം മനുഷ്യർക്ക് നേടിയെടുക്കുക സാധ്യമല്ല. മതാഉൽ ഗുറൂർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വഞ്ചനയുടെ വിഭവം മാത്രമാണിത്. ഇതുപോലെ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വീട്ടിൽ എലിയുടെ ശല്യം, എലിയെ നമുക്ക് പേടിയാണ്. എലിപ്പനി ഉണ്ടാക്കുന്ന വസ്തു, എലിപ്പനി ഉണ്ടാക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് എലിയെ ഭയപ്പെടുന്ന നിങ്ങൾ എലിയെ പിടിക്കാൻ വേണ്ടി കെണിവെക്കണം. എങ്ങനെ കെണിവെക്കും? എലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, എലിയെ ഏറ്റവും ആശിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന ഒരു സാധനം എടുക്കും. ഉദാഹരണത്തിന് ഒരു തേങ്ങന്റെ കഷ്ണമെടുത്ത് അടുപ്പിലിട്ട് ചുട്ടാൽ നല്ല മണാണത്. അതിൻ്റെ മണം കേട്ടാൽ എലി എവിടെ ഉണ്ടെങ്കിലും വരും. തേങ്ങ അടുപ്പിലിട്ട് ചുട്ടുകഴിഞ്ഞാൽ അത് വെന്ത് വരുമ്പോഴുള്ള മണം, അങ്ങനെ നല്ല മണമുള്ള, എലിയെ ആകർഷിക്കുന്ന മണമുള്ള ഒരു വസ്തു എടുത്ത് എലിക്കണിയിൽ ഘടിപ്പിച്ചു. ആ കെണി ഇങ്ങനെ തുറന്നു വെക്കുകയാണ്. തുറന്നു വെച്ച സന്ദർഭത്തിൽ അതിൻ്റെ മണം കേട്ട് വല്ലാതെ ആശിച്ചു പോയി. എവിടെന്നോ നല്ലൊരു സുഗന്ധം, നല്ല രുചികരമായ, ആർത്തി തോന്നിപ്പിക്കുന്ന മണം. ആ മണം കേട്ടുകൊണ്ട് എലി വളരെ പാടുപെട്ട് കടന്നു വന്ന് നോക്കുമ്പോൾ തേങ്ങ ചുട്ട് ഭംഗിയായി ഒരു കൂട്ടിൽ വെച്ചിരിക്കുന്നു. എലി പതുക്കെ കടന്നു വരും, പതുക്കെ വന്നിങ്ങനെ നോക്കും, ഇതെന്തിനുള്ളതാണ്, നല്ല മണമാണ്, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പതുക്കെ കൂട്ടിലേക്ക് കയറുന്നു. കൂട്ടിലേക്ക് കയറിയിട്ട് ചെറിയ രൂപത്തിൽ ചെറിയ കഷ്ണം ഇങ്ങനെ കടിച്ച് രുചിക്കുന്നു. നല്ല രുചികരമാണ്. ഒന്നും കൂടി വലിയ കഷ്ടമെടുത്തു, അതിനേക്കാൾ ടേസ്റ്റ് തോന്നുന്നു. 2-3 കടി കടിക്കുമ്പോൾ എലിക്ക് തോന്നും, ഇത് എൻ്റെ സ്വന്തം, ഇനി ആര് ചോദിക്കാൻ, അത് ആര് പറയാൻ, ആരെ കാത്തിരിക്കാൻ എന്ന നിലയിൽ 2-3 പ്രാവശ്യം പതുക്കെ തോണ്ടി കുഴപ്പമില്ലാന്ന് കണ്ടാൽ പിന്നെ അതിലൊരു മറച്ചിലാണ് കഴിഞ്ഞ കഥ. എലി കുടുക്കിപ്പോയി. അതിനാണ് മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവം, വഞ്ചിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇസ്തിദ്റാജ്, സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. സനസ്തദ്രിജുഹും എന്നൊരു പദമുണ്ട് ഖുർആനിൽ. തന്ത്രപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പിടികൂടും, പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നവരെ. ഇസ്തിദ്റാജ്. എന്താ ഇസ്തിദ്റാജ്? പുഴവക്കത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇസ്തിദ്റാജും ഇത് രൂപത്തിലാണ്. ചൂണ്ടയിടുന്ന ആളുകൾ ചൂണ്ടയിൽ മത്സ്യങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കോത്ത് അത് പുഴയിലേക്ക് ഇട്ടുകൊടുക്കുന്നു, തടാകത്തിലേക്ക് ഇടുന്നു. അത് കാണുമ്പം മത്സ്യങ്ങൾ പതുക്കെ വന്ന് അതിങ്ങനെ തട്ടി നോക്കും, കുഴപ്പമില്ല, പ്രതികരണമില്ല എന്ന് കാണുമ്പോൾ അത് പതുക്കെ ഒന്ന് കടിച്ചൊരു സൈഡ് മാത്രം കടിച്ചിട്ട് മത്സ്യം ഓടും. ഓടുമ്പം വിദഗ്ധനായ മീൻപിടുത്തക്കാരൻ അതിൻ്റെ കയറിങ്ങനെ അയച്ചു കൊടുക്കും. അത് ഓടുന്ന ഭാഗത്തേക്കൊക്കെ സുന്ദരമായ ഈർപ്പ് അയച്ചു കൊടുക്കും. ഇപ്പം മത്സ്യത്തിന് തോന്നും, ഇതിനൊന്നും വരാനില്ല, ഇതെനിക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ സ്വന്തമാണ്. എങ്ങോട്ട് ഓടുമ്പോഴും ഒരു കുഴപ്പമില്ല എന്ന് കാണുമ്പോൾ ഒരു ഭാഗം മാത്രം കടിച്ച മത്സ്യം അത് കംപ്ലീറ്റ് വിഴുങ്ങും. കംപ്ലീറ്റ് വിഴുങ്ങിക്കഴിഞ്ഞൊരു ആട്ടാടുമ്പോൾ പുറമെ കരയിൽ നിൽക്കുന്ന മീൻപിടുത്തക്കാരനറിയും, അല്ല ഇത് വിഴുങ്ങിയിട്ടുണ്ട്, നേരത്തെ ഒരു സൈഡ് കടിച്ചിങ്ങനെ ഓടിയതാണ്. ആ ഓട്ടത്തിനാണ് അറിയുന്ന ആളുകൾ ഇതിൻ്റെ കയറ് ഈർപ്പങ്ങനെ അയച്ചു കൊടുക്കും. അറിയാത്ത ആളുകൾ സൈഡ് പിടിച്ച് ഓടുമ്പോഴേക്ക് കിട്ടിയെന്ന് കരുതി വലിച്ചാൽ സാധനം കിട്ടൂല. അതുകൊണ്ട് അറിയുന്ന ആളുകൾ തന്നെ അഴിച്ചു കൊടുക്കും, അഴിച്ചുവിടുമ്പം തോന്നും ഇതെനിക്ക് സ്വന്തമാണ്, എനിക്കൊന്നും വരൂല. അങ്ങനെ അത് കംപ്ലീറ്റ് വിഴുങ്ങിക്കഴിഞ്ഞ് ആമാശയത്തിലെത്തിക്കഴിഞ്ഞ് റെഡിയായതിൻ്റെ ശേഷം പിടിച്ചൊരൊറ്റ വലിയ കരക്കത്തും. ഇസ്തിദ്റാജ്, തന്ത്രപൂർവം പിടിക്കൽ എന്ന് പറഞ്ഞ അതാണ്. ഈ രൂപത്തിലാണ് ദുനിയാവിൻ്റെ കഥകളൊക്കെയും. ദുനിയാവിൽ ഒരുപാട് കൃത്രിമം കാണിക്കുന്നു, പലിശ വാങ്ങുന്നു, അതുപോലെ തന്നെ ലോട്ടറി എടുക്കുന്നു, ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നു, മദ്യപിക്കുന്നു. എനിക്കൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ, എവിടെ അദാബ്, എവിടെ ശിക്ഷ? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുമ്പോൾ വീണ്ടും തെറ്റ് ചെയ്യാൻ അവൻ ആർത്തിയുണ്ടാകും. മറ്റുള്ളവരെ ആക്രമിക്കാനും മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനും ഒന്നും അവന് പ്രയാസമില്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ കുറേ സമയം അല്ലാഹു തആല അവർക്ക് അനുവദിച്ചു കൊടുക്കും. തമ്മാടികൾക്ക്, വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സാവകാശം നൽകും. എന്തിനാണ്? ധാരാളം അവർ ചെയ്യാനുള്ളിടത്തോളം ചെയ്യട്ടെ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താമസം അനുവദിച്ചു കൊടുക്കും. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ.
അവരെ വഴികേടിലങ്ങനെ മുന്നോട്ട് പോവാൻ, ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു ചാൻസ് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ എല്ലാം ആയി എന്ന് ഒത്തുവന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോട് എതിര് ചെയ്യുന്ന ആളുകൾക്ക്, ധിക്കാരികളായ ആളുകൾക്ക് അള്ളാഹു ഒരുപാട് സമയം അനുവദിച്ചു കൊടുക്കും. അവരെ പെട്ടെന്ന് അള്ളാഹു പിടിക്കണമെന്നില്ല. അവർക്ക് എത്ര വൃത്തികേട് ചെയ്യാനും അള്ളാഹ് ചാൻസ് വിട്ടുകൊടുക്കും. അവസാനം അവരുടെ ഏറ്റവും ദുഷിച്ച ഒരു നിമിഷത്തിൽ അള്ളാഹു തആല പെട്ടെന്ന് അവരെ പിടിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ചില ആളുകൾ ചോദിക്കാറുണ്ട്, വലിയ തമ്മാടിത്തവും വൃത്തികേടും ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ലല്ലോ, അവർ തൊട്ടതെല്ലാം പൊന്നാവുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് നടക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ, വലിയ പരീക്ഷണങ്ങളും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യും കാലും മുറിയുക എന്നല്ല അതിൻ്റെ അർത്ഥം. കുരുത്തക്കേട് പറ്റുക എന്ന് പറഞ്ഞാൽ കയ്യും കാലും മുറിയലല്ല. ഏറ്റവും വലിയ ശിക്ഷ അവൻ്റെ കൽബിന് സീല് വെക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽബിന് സീലടിച്ച് കളയും. ഇനി നല്ലതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയാത്ത അവസ്ഥ. സുമ്മുൻ ബുഖ്മുൻ ഉംയുൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അന്ധരും ബധിരരും മൂകരുമായ അവസ്ഥയിലേക്ക് അവരെ മാറ്റും. കൽബിന് സീല് വെക്കുക എന്നതിന് പറയും. തബഅല്ലാഹു അലാ ഖുലൂബിഹിം, അവരെ കൽബ് അല്ലാഹു തആല അടച്ചു കളയും. പിന്നെ ഒരിക്കലും നല്ലത് കണ്ടാലോ ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. ആ ഒരവസ്ഥ വലിയ ശാപമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്ക് ധാരാളമായി സമയങ്ങൾ അനുവദിച്ചു കൊടുക്കും. ഇവിടെ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നത്, പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ദുനിയാവിൻ്റെ സുഖങ്ങളുടെ പിറകെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും സമാധാനമുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ ആർത്തി തീരുന്ന ഒരു ഘട്ടമില്ല. ഖബറിലെത്താതെ മനുഷ്യൻ്റെ ആർത്തിയും മോഹങ്ങളും അവസാനിക്കൂല. എത്ര ദുനിയാവിൻ്റെ പിറകെ പോയാലും നിങ്ങൾ ഓർക്കേണ്ടത് എന്താണ്? ദുനിയാവിലെ സുഖങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, ഒരിക്കലും നിലനിൽക്കൂല. ഓരോ ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ട് നമ്മളോട് വിട പറയുകയാണ്. ഇന്ന് നല്ല കറുകറുത്ത തലമുടി, നല്ല കറുത്ത താടിയും കറുത്ത മീശയും ഒക്കെയുള്ള ചുറുചുറുക്കുള്ള ഒരു യുവാവ്. പക്ഷേ അവൻ്റെ താടിയുടെയും മുടിയുടെയും കറുപ്പ് നിലനിൽക്കുന്നതല്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ തലമുടി വെളുക്കാൻ തുടങ്ങുന്നു, താടിയും മീശയും വെളുക്കാൻ തുടങ്ങും. കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ മുഖത്തൊക്കെ ചായം തേച്ച് നടക്കും. അതുകൊണ്ട് എന്താ കാര്യം? അവൻ്റെ തലമുടിയും താടിമുടിയും വെളുക്കാൻ തുടങ്ങുന്നു. കുറച്ചും കൂടി കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങും. ആരോഗ്യം കുറഞ്ഞു വരും. 10, 40, 42 വയസ്സാകുമ്പോഴേക്കും രോഗങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വരും. ഓരോ രോഗങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രത്തിൻ്റെ പിറകെ പോകും. എനിക്ക് സമാധാനം കിട്ടും, രക്ഷ കിട്ടും, എൻ്റെ യുവത്വം എനിക്ക് തിരിച്ചു പിടിക്കണം, ആരോഗ്യം എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് കരുതി ഓരോ വിഭാഗത്തിൻ്റെ പിറകെ പോകുമ്പോഴും അവൻ കൂടുതൽ കൂടുതൽ രോഗിയായി കാണുന്ന രംഗമാണ് അല്ലേ? മുട്ടുവേദനയ്ക്ക് രോഗം, മുട്ടുവേദന, ശക്തമായ മുട്ടുവേദന, ഒരുപാട് മരുന്ന് കുടിച്ചു. കുറേ ഇംഗ്ലീഷ് ഡോക്ടർമാരെ കാണിച്ചു, അലോപ്പതി മരുന്ന് കഴിച്ചു, ഒരു സമാധാനവുമില്ല. മുട്ടുവേദനൻ്റെ മരുന്ന് കുടിക്കുമ്പോൾ തലവേദന, തലവേദനക്ക് മരുന്ന് കുടിക്കുമ്പോൾ നടുവേദന. ഈ രൂപത്തിൽ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത് തമാശയല്ല, സത്യത്തിൽ അങ്ങനെയാണ് കാണുന്നത് അല്ലേ? അലോപ്പതി മരുന്ന് വാങ്ങി കഴിക്കുന്ന ആൾ പറയും മുട്ടുവേദനക്കായിരുന്നു മരുന്ന് കഴിച്ചിരുന്നത്, ഇപ്പോൾ തലവേദനയായി. പിന്നെ തലവേദനക്ക് വേറെ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചപ്പോൾ നടുവേദനയായി. ഇനി അതിന് മരുന്ന് കഴിക്കുമ്പം വേറെ എന്തെങ്കിലും തകരാറ് വരും. അതങ്ങനെ. അപ്പം പിന്നെ ചില ആളുകൾ പറയും അതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ നല്ല നാടൻ മരുന്ന് ആയുർവേദം നോക്കുമെന്ന് പറയും. ആയുർവേദം കഷായവും കുഴമ്പുമായിട്ട് റൂമും വീടും ആകെ മണത്തുന്നല്ലാതെ രോഗത്തിനൊരു മാറ്റവും കാണുന്നില്ല. മത്സ്യം കഴിച്ചുകൂടാ, മാംസം കഴിച്ചുകൂടാ, പുളി പറ്റില്ല, ഉപ്പ് പറ്റില്ല, ഇങ്ങനെ ഒരുപാട് പഥ്യങ്ങളുമായി കഷായ കുപ്പിയും കുഴമ്പുമായിട്ട് നടന്ന് യാതൊരു ഫലവുമില്ല. ഇനി എന്താ ചെയ്യുക? അപ്പോൾ അടുത്തുനിന്നൊരാൾ വന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പം കഷായം കുടിച്ചിട്ട്? കഷായം കുടിച്ചിട്ട് തീരെ സുഖമല്ല. അതെ, മുമ്പത്തെ കഷായമൊന്നുമല്ല. മുമ്പൊക്കെ കാട്ടുമരുന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് അരച്ചിട്ടുണ്ടാക്കുന്ന കഷായ. ഇപ്പം ടെറസിൻ്റെ മുകളിൽ ഇംഗ്ലീഷ് വലട്ടുകാട്ട് പാക്കറ്റിൽ വളർത്തുന്ന മരുന്നാണ്. ആ മരുന്നുകൊണ്ടാണ് കഷായം ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഫലം ചെയ്യില്ല എന്ന് പറഞ്ഞ് വസ്വാസാക്കിയ ആൾ അത് ഒഴിവാക്കി. പിന്നെ കുറേ ഹോമിയോ മരുന്നിൻ്റെ വേക്ക് പോകും. ഏത് രോഗത്തിനും ഒരേ രൂപത്തിലുള്ള മരുന്ന്, വായുഗുളിക പോലത്തത്. ഇത് കാണുമ്പോൾ ഒരു മതിപ്പ് വരുന്നില്ല. 3-4 ഗുളിക കുട്ടികൾ കണ്ടാൽ കട്ട് നിളയത്, ഇത്ര മധുര രസമുള്ള സാധനമാണ്.
അത് കുടിക്കുമ്പോൾ രോഗിക്ക് സമാധാനം കിട്ടുന്നില്ല. പിന്നെ പോകും എവിടെങ്കിലും പ്രകൃതി ചികിത്സ, ചക്ക തിന്നുക, പച്ചവെള്ളം കുടിക്കുക, മണ്ണ് കിടക്കുക, ചെരുപ്പിടാതെ നടക്കുക, ഇങ്ങനെ പ്രകൃതിപരമായ കുറേ ചികിത്സ നടത്തി വെക്കും. അതുകൊണ്ട് ഒന്നും കൂടി കൂടുതലായി. പിന്നെ പോകാൻ തുടങ്ങും ജ്യോത്സ്യന്മാരും കണക്ക് വെക്കുന്നവരോടും കേട്ട് അവിടെ പോയി, അവൻ സമാധാനമല്ല. ഇങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ കഥ. സുഖം സമാധാനം ഈ ദുനിയാവിൽ എന്തുണ്ടെങ്കിലും ഉണ്ടാവില്ല. ചില ആളുകൾ മനസ്സിലാക്കും കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിൽ സുഖമായിരിക്കും. ആര് പറഞ്ഞു? കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾ എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അറിയങ്ങൾ? എത്ര ആളുകൾ IAS ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, വലിയ പോലീസ് ഓഫീസർമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതുപോലെ രാഷ്ട്ര തലവന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സമ്പത്തിൻ്റെ കുറവല്ലല്ലോ അത്, സമാധാനമല്ല. നേരെ മറിച്ച് 1500 റുപ്യ ശമ്പളം വാങ്ങുന്ന ഒരു മുഅല്ലിമ് ഈ നിമിഷം വരെ ജീവിക്കാൻ കഴിയാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത കഥ നമ്മൾ കേട്ടിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയാണ് ശമ്പളം? 1500 റുപ്യ. 1500 റുപ്യ അപ്പോൾ ദിവസം എത്ര? 50 റുപ്യ. ദിവസം 50 റുപ്യക്ക് ചെയ്യും. എത്ര വീട്ടിലേക്ക് മീൻ വാങ്ങേണ്ടത്? ഇത്രയും ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ആൾ സുഖസുന്ദരമായി ജീവിക്കുന്നു. അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ മൊബൈൽ, അവൻ്റെ ചെരുപ്പ്, അവൻ്റെ നടത്തം കണ്ടാൽ 1500 റുപ്യ ശമ്പളം എന്നാരാ പറയാം? എല്ലാവരെക്കാളും വളരെ ഭംഗിയായിട്ട് ആൾ ജീവിക്കും. കോടിക്കണക്കിന് സമ്പത്തുള്ള ആൾ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമ്മളെ പണം എന്ന് പറഞ്ഞത് ഒന്നിനും പരിഹാരമല്ല. ഒരു ഭാഗത്ത് പണം കുന്നുകൂടുമ്പോൾ മറ്റൊരു ഭാഗത്ത് വേറെന്തെങ്കിലും നഷ്ടപ്പെടും. അതിനേറ്റവും അനുയോജ്യമായി ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും. അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം നമുക്ക് വരുന്നുണ്ട് മഹാനവറുകളെ സംബന്ധിച്ച്. വലിയ പണ്ഡിതനായ ചിന്തകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയും, മൻ ത്വലബ മാ ലാ യഅനീഹി ഫാതഹു മാ യഅനീഹി. മൻ ത്വലബ മാ ലാ യഅനീഹി ഫാതഹു മാ യഅനീഹി. ആവശ്യമില്ലാത്തത് തേടിപ്പോയാൽ അത്യാവശ്യമുള്ളത് നഷ്ടപ്പെടും. ഇത്ര വലിയ സത്യമാണത്. മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത, അത്യാവശ്യമല്ലാത്ത ഓരോന്നിൻ്റെ പിറകെ പോകുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ആവശ്യമില്ലാത്തതിൻ്റെ പിറകെ പോകുമ്പോൾ അത്യാവശ്യമുള്ള പലതും നിനക്ക് നഷ്ടപ്പെടും. അതിനേറ്റവും വലിയ ഉദാഹരണം അനുഭവത്തിൽ എന്ന് പറയാൻ കഴിയും. ഒരാൾ മത്സരിച്ചു കൊണ്ടൊരു വലിയ വീടുണ്ടാക്കിയെന്ന് വിചാരിച്ചോ. വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ എനിക്കും എൻ്റെ ഭാര്യ മക്കൾക്കും താമസിക്കാനുള്ള ഒരു ഒതുങ്ങിയ വീട് എന്ന ചിന്തയല്ല, മത്സര ബുദ്ധിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, ആദ് സമൂദ് ഗോത്രങ്ങൾ വീടുണ്ടാക്കി മത്സരിച്ചതുപോലെ, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ, കരിമ്പാറകൾ തുരന്ന് അതിമനോഹരമായ വീടുകളുണ്ടാക്കി പൊങ്ങച്ചം കാണിച്ച ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ പൊങ്ങച്ചത്തിന് വേണ്ടി, അവൻ്റെ പ്രൗഢി പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ഒരു വലിയ വീടുണ്ടാക്കി. എന്നാണ് ആ വീടിൻ്റെ പണി തീരുക? എത്ര എടുത്താലും തീരാത്ത പണി. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ അനാവശ്യമായി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ഒരുപാട് മോടി പിടിപ്പിച്ചിങ്ങനെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി വരുമ്പോഴേക്കും ആദ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി, അനാവശ്യമായി ധൂർത്തുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനിങ്ങനെ പണം ചെലവഴിച്ച് തല ചെലവഴിക്കുമ്പോൾ അവനിക്ക് നഷ്ടപ്പെടുന്നത് അത്യാവശ്യമുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞതുപോലെ, വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി വീട്ടിൽ കൂടുതൽ നിശ്ചയിച്ചത് മുതൽ ഭാര്യയ്ക്ക് നടുവേദന തുടങ്ങി. അവൻ്റെ കഥ കഴിഞ്ഞു. വീട്ടിലെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കഥ എന്താ? ആ വീട്ടുകാട് കയറി ചെല്ലാൻ എന്താ സമാധാനം? നോക്കൂ നിങ്ങൾ, അങ്ങനെ മത്സരിച്ച് വീടുണ്ടാക്കി അഹങ്കാരവും പൊങ്ങച്ചവും കാണിച്ച് വീടുണ്ടാക്കിയ ആളുകൾ അത് പൂർത്തിയായി വരുമ്പോഴേക്ക് വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ് പോകും. വളരെ ആവശ്യമായിരുന്നു ഭാര്യയുടെ ആരോഗ്യം, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ നടുവേദന അല്ലെ മുട്ടുവേദന. പിന്നെ നമ്മൾ ഇന്ത്യക്കെന്താ, ഈ പെരെ കൂടിയതിൻ്റെ ശേഷമാണ് മുട്ടുവേദന തുടങ്ങിയത്. അപ്പം എന്തോ ഒരു താറാറ് ഈ പെരക്കുണ്ട്. ഈ വീട്ടിൽ കൂടിയത് മുതൽക്കാണ് നടുവേദന തുടങ്ങിയത്. പെരക്കെന്തോ താറാറുണ്ട്. ഓരോ ആളുകളെ സമീപിക്കുമ്പോൾ ഒരുത്തം പറയും വാതിൽ മാറ്റി അങ്ങോട്ടാക്കണം, മറ്റവൻ പറയും ബാത്റൂം അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിച്ചു മാറ്റണം, വേറൊരാൾ വന്നിട്ട് പറയും മതിൽ അവിടെ നിന്ന് പൊളിച്ച് ഗേറ്റ് ഇങ്ങോട്ട് മാറ്റണം. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ച ആളുകളെ എനിക്കറിയാം. ഉണ്ടാക്കിയ വീടിൻ്റെ വാതിൽ മാറ്റിവെച്ചും മതിൽ പൊളിച്ചും ഗേറ്റ് മാറ്റിയും ലക്ഷങ്ങൾ, 5-6 ലക്ഷം ചെലവഴിച്ചൊരു സഹോദരൻ എനിക്കറിയാം. നല്ല വീട്. കാരണം എന്താണ്? വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി വരുമ്പോഴേക്കും മുട്ടുവേദന, നടുവേദന. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ധൂർത്തും ദുർവ്യയവും കാരണമായി നമുക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഒന്നും പ്രതികരിക്കാത്ത കല്ലിനും മണ്ണിനും കുറ്റം പറയാനാണ് നമുക്ക് താല്പര്യം. അതാ മതിലിൻ്റെ കുഴപ്പ.
അത് ഈ വാതിലിന്റെ കുഴപ്പമാണ്. അല്ലാന്ന് പറയാത്ത സാധുക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ തടി സലാമത്താകും. കുഴപ്പം അവിടെയല്ല, മണ്ണിനല്ല കുഴപ്പം, മതിലിനല്ല കുഴപ്പം, വാതിലിനല്ല കുഴപ്പം, കക്കൂസിനല്ല കുഴപ്പം. കുഴപ്പം എവിടെയാ? നിന്റെ ദുർവ്യയം, നിന്റെ ദുർമോഹം, അവിടെ കുഴപ്പം. മൻ ത്വലബ മാലായനീഹി, ആവശ്യമില്ലാത്തതിന്റെ പിറകെ പോയാൽ ഫാതഹു മായനീഹി, അത്യാവശ്യമുള്ളത് നഷ്ടപ്പെടും. ആവശ്യമില്ലാത്തത് കെട്ടിപ്പൊക്കി കല്ലിലും മണലിലുമായി ചെലവഴിക്കുമ്പോ വളരെ അത്യാവശ്യമുള്ള ആരോഗ്യം നഷ്ടപ്പെടും. ഒരു ഭാഗത്ത് സുഖങ്ങനെ കെട്ടിപ്പടുക്കുമ്പോ മറ്റൊരു ഭാഗത്ത് സുഖങ്ങനെ ചോർന്നു പോകും. മനസ്സിലായില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഹദീസാണത്. ഈ രൂപത്തിലാണ് ദുനിയാവിന്റെ കഥ. എത്ര അതിനെ സ്നേഹിച്ചാലും എത്ര അതിന്റെ പിറകെ പോയാലും എല്ലാം നഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യം നഷ്ടപ്പെടും, സമ്പത്തിലുള്ള അധികാരം നമുക്ക് നഷ്ടപ്പെടും, അതുപോലെ തന്നെ നമുക്കുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. ദുനിയാവിലുള്ള സർവം വിട പറയാനുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായ വീട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കൾ, ആ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളൊരു വേള ചിന്തിക്കണം, പടച്ചവനെ, ഇതുപോലെ ഞാൻ മരിച്ചു പോകേണ്ട ഒരു രംഗം എനിക്ക് വരുന്നുണ്ട്. ഈ വീട് വിട്ടു പോകാൻ മനസ്സ് വരുമോ? എത്ര നല്ല വീടാണ്, എത്ര ലക്ഷം ചെലവഴിച്ച വീടാണ്. ആ വീട്ടിൽ നിന്ന് വെറും മയ്യത്തും കട്ടിലിൽ കയറി 12 ലക്ഷത്തിന്റെ കാറിൽ സഞ്ചരിച്ചവനെ വെറും മരത്തിന്റെ കട്ടിലിൽ കയറ്റിക്കൊണ്ടുപോകുന്ന രംഗമൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായ രംഗമാണത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന സങ്കടം എത്രയാണ്. ദുനിയാവിന്റെ കഥ അതാണ്. എത്ര സമ്പത്തുണ്ടെങ്കിലും, ദുനിയാവിന്റെ സുഖങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അതിനോടൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും വിട പറയേണ്ടവരാണ്. കുല്ലുബിനി ഉൻസ വഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാ ഹാലത്തിൻ ഹദ്ബാ മഹ്മൂലു. ഒരു ഉമ്മ പെറ്റ മനുഷ്യൻ, അവൻ എത്ര തന്നെ സുരക്ഷിതനാണെങ്കിലും, എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും, എത്ര കോടിക്കണക്കിന് സമ്പത്തിന്റെ ആസ്തി ഉണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കി അവൻ മരിച്ചു പോകും. ഇതുപോലെ ഇപ്പൊ ഭൂമിക്ക് ഇങ്ങനെ വില കൂടി വരുന്നു. പരമമിസ്കീനായ ആള് ലക്ഷപ്രഭുവായി മാറുന്നു, കോടീശ്വരനായി മാറുന്നു. ഭൂമിക്ക് വില ഇങ്ങനെ കൂടുമ്പം ഒരു 5 സെന്റ് ഭൂമി ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറില്ല, വിലക്ക് ചോദിച്ചാൽ പോലും കൊടുക്കൂല. എന്താ കാരണം? ഇനിയും വില കൂടും, ഇനിയും കൂടും, ഇനിയും കൂടും എന്ന് പറഞ്ഞ് കൂടും 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 എന്ന് പറഞ്ഞ് മൂപ്പര് മരിച്ചുപോയി. മൂപ്പർക്ക് കൂടിയിട്ട് തോഫീക്ക് ഉണ്ടായില്ല. മക്കൾക്ക് സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ബാപ്പാന്റെ ആധാരം മാറി, മക്കളുടെ പേരിലേക്ക് സ്ഥലം മാറി. മക്കൾ വിൽക്കൂല, വെറുതെ കൊടുക്കാനും തയ്യാറില്ല, കാശിന് കൊടുക്കാനും തയ്യാറില്ല. ഓരോ ദിവസവും വില കൂടുകയാണ്. കൂടട്ടെ 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 എന്ന് കാത്തുനിന്ന് മൂപ്പരും പോയി. പിന്നെ പുതിയ തലമുറ വരുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ കൈമാറിയ ഭൂമിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളിപ്പോ താമസിക്കുന്ന ഭൂമി എത്രയോ ആളുകൾ എന്റെ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എവിടെ പോയി? ഇന്ന് നിങ്ങൾ നിങ്ങളെ വീടിനെ പറ്റി പറയുന്നു, നിങ്ങളെ പറമ്പിനെ പറ്റി പറയുന്നു. എന്റെ വീട്, എന്റെ വീട്, എന്റെ പറമ്പ്, എന്റെ തോട്ടം എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ മുമ്പ് ഒരുപാട് ആളുകൾ ഇതുപോലത്തെ വാക്കുകൾ പറഞ്ഞ് കടന്നുപോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറന്നില്ലേ? നമ്മൾ വിചാരം എന്നും നമ്മുടേത് തന്നെയാണ്. അതുകൊണ്ട് ദുനിയാവെന്ന് പറയുന്ന ലോകം എന്തുണ്ടെങ്കിലും സമാധാനം തരാത്ത ലോകമാണ്. അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നു. പ്രവാചകന്മാര് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും നിങ്ങൾ ആവശ്യം കഴിച്ച് മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൈമാറി മറ്റുള്ളവർക്ക് സദഖയായും സകാത്തായും ഔദാര്യമായും നൽകി ശാശ്വതമായ സ്വർഗം, പരലോക വിജയം നേടിയെടുക്കാനുള്ള പരലോകത്തേക്കുള്ള ഒരു വാഹനമായി മാത്രമേ ഈ ലോകത്തെ കാണാൻ പാടുള്ളൂ. ഈ ലോകത്തെ ജീവിതം നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഇത് പരലോകത്തേക്കുള്ളൊരു വാഹനമാണ്. ഈ ദുനിയാവാകുന്ന വാഹനത്തിൽ കയറി സുരക്ഷിതമായി ആഖിറത്തിൽ സ്വർഗത്തിലെത്തണം. ഒരു വാഹനമായി മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമായി മാത്രമേ ഈ ലോകം കാണാൻ പാടുള്ളൂ. അവൻ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകന്മാര് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുലൂ വശ്റബൂ. വിശുദ്ധ ഖുർആന്റെ ആയത്താണ് കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഭക്ഷണം കഴിച്ചോളൂ. വശ്റബൂ, നിങ്ങൾ കുടിച്ചോളൂ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഉടൻ അല്ലാഹ് പറയുന്നു വലാ തുസ്രിഫൂ, നിങ്ങൾ ഓവറാവരുത്, അതിര് വിട്ട് കിടക്കരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കും.
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക, ആവശ്യത്തിന് വേണ്ടി കഴിക്കുക. പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കരുത്. ധൂർത്തിനും ദുർവ്യയത്തിനും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കരുത്. ദുനിയാവിന്റെ ആളുകളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കരുത്. നല്ല ലക്ഷ്യത്തോടുകൂടെ ഭക്ഷണം ഉണ്ടാക്കണം. ആവശ്യത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം. തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഉടൻ അല്ലാഹു പറയുന്നു, വലാ തുസ്രിഫൂ, നിങ്ങൾ അതിര് വിട്ട് കിടക്കാൻ പാടില്ല, ഇസ്രാഫ് ചെയ്യാൻ പാടില്ല, ദുർവ്യയം ചെയ്യാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു തആല ഒരിക്കലും ദുർവ്യയം ചെയ്യുന്ന ആളുകളെ, അമിതമായി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ശരിക്കും ശ്രദ്ധിക്കണം. ഇന്ന് ലോകം ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ഒരു വലിയ ഭീഷണിയാണത്. കർഷകന്മാർ കുറഞ്ഞു, കൃഷിഭൂമികൾ കുറഞ്ഞു, എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമുണ്ടെങ്കിൽ വിശക്കുമ്പോൾ ഭക്ഷിക്കാൻ പറ്റില്ല. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നെൽപ്പാടങ്ങൾ വേണം, ഗോതമ്പ് വേണം, പയറ് വേണം. അതുപോലെ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന കർഷകന്മാർ വേണം. നമ്മുടെ നാട്ടിലൊക്കെ കർഷകന്മാരുണ്ടായിരുന്നു. അവരിങ്ങനെ കാൽക്കുലേഷൻ ചെയ്തു. അവസാനം അവർക്ക് മനസ്സിലായി ഇതിനേക്കാൾ ലാഭമുള്ള പണികളുണ്ട് എന്ന് മനസ്സിലാക്കി അവരതിൽ നിന്ന് പിന്മാറി. അവരെ മക്കളൊക്കെ എഞ്ചിനീയറായി, ഡോക്ടറായി. അവർക്കൊന്നും ഇനി ഒരിക്കലും കാലിലും ശരീരത്തിലും മണ്ണോ ചളിയോ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ സ്വഭാവം മൊത്തം മാറി. ഇപ്പൊ പഞ്ചാബിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കുറച്ച് ആളുകൾ കർഷകന്മാരുണ്ട്. അവരുടെ മക്കളും പഠിച്ച് എഞ്ചിനീയറും മറ്റൊക്കെ ആയിട്ട് വന്ന ഓരും നിർത്തി പരിപാടി. പിന്നെ എവിടെ പോകും? പിന്നെ അരിക്ക് വില കൂടുന്നതും പയറിന് വില കൂടുന്നതും പഞ്ചസാരയ്ക്ക് വില കൂടുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഈ കർഷകന്മാരും അവരെ മക്കളൊക്കെ പഠിച്ച് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങിയാൽ, ഇന്റർനെറ്റിന്റെ മുമ്പിലിരുന്ന് ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ജോലി അവരും സമ്പാദിച്ചാൽ അവരും കൂട്ടും. അവർ കാൽക്കുലേഷൻ ചെയ്തിട്ട് എഞ്ചിനീയർ കണക്കൂട്ടിയിട്ട് അച്ഛനോട് പറയും, നിർത്താനായിരുന്നു, ഒരു ലാഭമില്ല. ഇതിനേക്കാൾ ലാഭമുള്ള വേറെ പരിപാടിയുണ്ട്, പലിശന്റെ ഏർപ്പാടുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്, മറ്റ് കച്ചവടങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അവരും നിർത്തിയാൽ ഇതിനെപ്പറ്റിയൊന്നും ഞമ്മക്ക് ബോധമില്ല. നമ്മൾ വിചാരം എന്താ അറിയോ, പാലം കുലുങ്ങിയാലും പാത്തു കുലുങ്ങൂല എന്ന് പറഞ്ഞ പോലെ, അങ്ങനെയല്ലല്ലോ, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറഞ്ഞതുപോലെ എവിടെ എന്ത് കുലുക്കം വന്നാലും നമുക്കൊന്നും സംഭവിക്കൂല എന്ന ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയതുപോലെ നമ്മളെ പോക്ക്. അത് നിഫാഖാണെന്നാ, എനിക്കൊന്നും സംഭവിക്കൂല എന്നുള്ള ആ തോന്നൽ കപടവിശ്വാസികൾക്ക് ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മോമിനീങ്ങൾക്ക് എപ്പോഴും പേടിയാ. അള്ളാഹുവിന്റെ റസൂലിലേക്ക് മഴക്കാറ് കണ്ടാൽ മതി, കാർമേഘം ഇരുണ്ടുകൂടിയാൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് പേടിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇങ്ങനെയാണ് മുൻഗാമികളായ സമുദായത്തിലേക്ക് ശിക്ഷ വന്നിട്ടുള്ളത്. ധിക്കാരം വർദ്ധിച്ചപ്പോൾ, തോന്നിവാസം വർദ്ധിച്ചപ്പോൾ ആകാശം സങ്കടപ്പെട്ടു, കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി, കറുത്തിരുണ്ടുപോയി. അങ്ങനെ കറുത്തിരുണ്ട ആകാശത്തിൽ നിന്ന് കൽമഴ വർഷിച്ചിട്ടും അതുപോലെ തന്നെ കൊടുങ്കാറ്റടിച്ചിട്ടും ഭൂമി കുലുക്കമുണ്ടായിട്ടും ഒരുപാട് കൗമ നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്തരീക്ഷമൊന്ന് മങ്ങിപ്പോയാൽ ബേജാറും വേദനയുമായിരുന്നു, പ്രയാസമായിരുന്നു. നമുക്കെന്താ പ്രയാസം? നമ്മൾ ആ ഭാഗേ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പക്ഷെ നിങ്ങൾ ഓവറാവരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വറ്റ് താഴെ വീണ് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലാ തദഅഹാ ലിശൈത്വാൻ, ശൈത്വാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ ആ വറ്റ് സുപ്രയിൽ ഒഴിവാക്കരുത്. എന്നിട്ട് ആ വറ്റ് നിങ്ങൾ സുപ്രയിൽ നിന്ന് പൊറുക്കിയെടുക്കണം. എന്തെങ്കിലും മോശപ്പെട്ട സാധനമുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കഴിക്കണം. അള്ളാന്റെ റിസ്ക്കാണ്, അള്ളാന്റെ റിസ്ക്കിനെ നിന്ദിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി ഒരു വറ്റ് താഴെ വീഴാൻ പ്രവാചകൻ അനുവദിക്കുന്നില്ല. അത് ദുർവ്യയമാണ്. അള്ളാഹു തരുന്ന ഭക്ഷണം നിങ്ങൾക്കറിയുമോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ എത്രയുണ്ട്? കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾ, കോംപ്ലക്സ് ഉള്ള ആളുകൾ, ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ആളുകൾ, വിലമതിക്കാൻ കഴിയാത്ത ഭൂമിയുടെ ഉടമസ്ഥന്മാർ. പക്ഷേ ക്യാൻസർ ബാധിച്ചിട്ട്, അന്നനാളത്തിൽ ക്യാൻസർ ബാധിച്ചു, ഒന്നും അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല. വിശപ്പാണെങ്കിൽ ആ മാശയത്തിൽ എരിപരി കൊള്ളുകയാണ്. എന്തെങ്കിലും ഒരു കഞ്ഞിവെള്ളം കുടിച്ചാൽ അതവിടെ തട്ടുന്നതിന് മുമ്പ് ഇങ്ങോട്ട് തന്നെ ഛർദ്ദിക്കുകയാണ്. ഈ രംഗം കാണുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ ദയനീയമായി നോക്കുന്നു. ശക്തമായ വിശപ്പുണ്ട്, പക്ഷെ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനാകുന്നില്ല.
മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മോഹമുണ്ട്. ക്യാൻസർ ബാധിതനാണ്, ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എവിടെയോ ഉള്ള രോഗമല്ല, നമ്മളുടെ ഇടയിലൊക്കെ വർദ്ധിച്ച രോഗമാണ്. പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെറിയ മക്കളടക്കം യുവാക്കളടക്കം വാർദ്ധക്യമുള്ളവരും എന്ന് വ്യത്യാസമില്ലാതെ സർവാളുകൾക്കും പടർന്നു പിടിക്കുന്ന ഒരു മാരക രോഗമായി അത് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയേറെ സമ്പത്തുള്ള ഒരു മനുഷ്യനിക്ക് ഒരു നേരം കഞ്ഞി കുടിക്കാനാവുന്നില്ല. അയാൾക്ക് എന്തൊരാഗ്രഹമുണ്ട് ഇരുന്നിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ, ഇരുന്നിട്ട് ഒരു നേരം സുഭിക്ഷമായി ആഹാരം കഴിക്കാൻ, അല്ലെങ്കിൽ വിശപ്പ് മാറി കഞ്ഞി കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും രോഗം കാരണമായി കഴിയാത്ത എത്ര ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് പ്രവാചകർ പഠിപ്പിക്കുകയാണ്, അള്ളാന്റെ റിസ്ക് വിലപ്പെട്ടതാണ്. അത് കഴിക്കാൻ പറ്റാത്ത ഘട്ടം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ വില മനസ്സിലാവുക. ദയനീയമായി നമ്മൾ പറയാറില്ല, ഇന്നാൾ ആശുപത്രിയിലാണ്, അയാൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഇറങ്ങുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും, അയാൾക്ക് വെള്ളം ഇറങ്ങുന്നില്ല, വെള്ളം കുടിക്കാനാകുന്നില്ല. പിന്നെ കേൾക്കും, ആ മനുഷ്യൻ മരിച്ചു എന്ന്. സർവ്വസാധാരണയാണ്. അള്ളാഹുവിന്റെ റിസ്കിന്റെ വില മനസ്സിലാക്കണം. ഒരു വറ്റുപോലും വെറുതെ കളയരുത്. സുപ്രയിൽ വീണു പോയാൽ അത് പൊറുക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുമ്പോൾ ഒരു സാധനം പോലും വെറുതെ കളയാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കുന്നില്ല. അത് സുപ്രയിൽ ഒഴിവാക്കിയാൽ പിശാചിനെ സന്തോഷിപ്പിക്കും, ബറക്കത്ത് കുറക്കും, രോഗിയാക്കി മാറ്റും. ചില ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് പ്ലേറ്റ് നിങ്ങൾ ശരിക്ക് വടിച്ച് വൃത്തിയാക്കണം. ബിലാഖിൽ അസാബി, വിരലുകളൊക്കെ ശരിക്ക് വായിലിട്ട് ഈമ്പി വൃത്തിയാക്കണം. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, കറിയുടെ ഭാഗങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച കയ്യിലുണ്ടാകുമ്പോ ആ കൈ അങ്ങനെ തന്നെ കൊണ്ടുപോയി കഴുകരുത് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഭക്ഷണത്തോടുള്ള ബഹുമാനമാണ്, അള്ളാഹിന്റെ റിസ്കിനോടുള്ള ആദരവാണ്. അള്ളാഹുവിന്റെ റിസ്കിനോടുള്ള ആദരവ് വെച്ചിട്ട് പ്രവാചകർ പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകളൊക്കെ ശരിക്ക് വായിലിട്ട് ഈമ്പ് വൃത്തിയാക്കി ഒരടയാളം പോലും ഇല്ലാത്ത വിധമാക്കിയതിന്റെ ശേഷം മാത്രമേ കഴുകാവൂ. അതുപോലെ പ്ലേറ്റ് തന്നെ വളരെ വടിച്ച് വൃത്തിയാക്കണം. ഒരു ചെറിയ ഒരളവ് പോലും ഭക്ഷണം അവിടെ ബാക്കി വെക്കരുത്. കാരണം ഫീ അയ്യി തആമിഹുൽ ബറക്കത്തു, നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾക്കല്ല കണക്കാക്കിയ ബറക്കത്ത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിങ്ങൾ പ്ലേറ്റിൽ ബാക്കി വെക്കുന്ന വറ്റുകളിലായിരിക്കും അള്ളാഹു ബറക്കത്ത് കണക്കാക്കിയിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളെ രോഗത്തിന് ശമനം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവുക നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ ബാക്കി വെക്കുന്ന കറിയുടെ അംശത്തിനായിരിക്കും. അതുകൊണ്ട് അതുപോലും നിങ്ങൾ ഒഴിവാക്കരുത്. പ്ലേറ്റും ശരിക്ക് വടിച്ച് വൃത്തിയാക്കണം, വിരലും വൃത്തിയാക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുമ്പോ നമ്മളൊക്കെ ഭക്ഷണ രീതി എങ്ങനെയാ? ഒരു VIP തീറ്റിയുണ്ട്. വലിയ വലിയ ആളുകൾ അങ്ങനെ തിന്നാവും. വടിച്ചൊക്കെ തിന്ന് വിരലൊക്കെ ആക്കുന്നത് കണ്ടാ തോന്നും, ഓ മതിയായിട്ടില്ല, ഇനി വേണോ, എന്താ വിരലില്ല. അത് പേടിച്ചിട്ട് ചില ആളുകൾ, നമ്മളൊക്കെ നല്ലോണം ഭക്ഷണം കണ്ട ആളുകളാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുമ്പോൾ കുറെ മാംസത്തിന്റെ കഷ്ണവും കുറെ വറ്റും ഒക്കെ ബാക്കി. ഒരാൾക്ക് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാവും. അള്ളാന്റെ റിസ്കിനെ നിന്ദിക്കുന്ന കേട്ടോ, അള്ളാന്റെ റിസ്കിനെ, പടച്ചവന്റെ റിസ്കിനെ നിന്ദിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ഘട്ടം നിനക്ക് വരുമ്പോ അന്ന് നിനക്ക് തോന്നും, പടച്ചോനെ ഞാനെന്നാ ആ പ്ലേറ്റിൽ ബാക്കി വെച്ച മാംസകഷ്ണങ്ങളും വറ്റുകളും എത്ര വിലപ്പെട്ടതായിരുന്നു റബ്ബേ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു രംഗം നിനക്ക് അള്ളാഹു തആല തന്നേക്കും. അതുകൊണ്ട് മാരക രോഗത്തിനടിമപ്പെടും, അള്ളാഹു പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും, ബറക്കത്ത് ഉയർത്തപ്പെടും. അതുകൊണ്ട് പ്ലേറ്റിൽ ഒരു സാധനവും ബാക്കി വെക്കാതെ ഒരു സത്യവിശ്വാസി കഴിക്കുന്ന പ്ലേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയാവണം, വിരല് വൃത്തിയാവണം, ബറക്കത്ത് ഉയർത്തപ്പെടുമെന്നാണ്. അതുപോലും വെറുതെ കളയാൻ, വേസ്റ്റാക്കാൻ അനുവദിക്കുന്നില്ല ഇസ്ലാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് വുളു ഉണ്ടാക്കുന്ന മസലകൾ പഠിപ്പിച്ചു കൊടുത്തു. വുളു ഉണ്ടാക്കുന്ന മസലകൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമാണ്. ഒരു വട്ടം മുഖം കഴുകുക, ഒരു വട്ടം കൈ കഴുകുക, ഒരു വട്ടം കാല്, ഇങ്ങനെയാണ്. പൂർണ്ണമായ രൂപം 3 വട്ടമാണ്. അതിന്റെ സമ്പൂർണത 3 വട്ടം മുഖം കഴുകുക, 3 വട്ടം 2 കൈ കഴുകുക, 3 വട്ടം തല തടവുക, 3 വട്ടം കാല് കഴുകുക. ഇങ്ങനെയാണ് ഉളുവിന്റെ പൂർണ്ണമായ രൂപം. 4 വട്ടമാവരുത്. 4ാമത്തെ വട്ടം ആവശ്യമില്ലാതെ കഴുകുന്നത് ഇസ്രാഫാണ്, ദുർവ്യയമാണ്. അത് മിതത്വം പാലിക്കണമെന്ന് പറഞ്ഞ ഖുർആന്റെ കൽപ്പനക്കെതിരാണ്. അതുകൊണ്ട് 4ാമത്തെ പ്രാവശ്യം ചെയ്യരുതേ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ പുഴയിൽ നിന്നാണ് ഒളു ഉണ്ടാക്കുന്നതെങ്കിലോ?
പുഴയിൽ ധാരാളം വെള്ളമുണ്ടല്ലോ, അവിടെ നിന്ന് വർദ്ധിപ്പിച്ചാലോ? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ഒഴുകുന്ന പുഴയിൽ വെച്ചാണെങ്കിലും 3-ൽ വർദ്ധിപ്പിക്കരുത്, ദുർവ്യയമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തിൽ നിന്ന്, അള്ളാന്റെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്റെ കതിർ വളരെ ലളിതമായി മാത്രം കൈകാര്യം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ലാളിത്യം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്, അത് പ്രവാചകന്മാരുടെ സ്വഭാവമാണ്. എല്ലാറ്റിലും ലാളിത്യം. ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റും വിരലും വൃത്തിയാക്കി കഴിച്ചുകൊണ്ട് ലാളിത്യം. ചെലവ് ചുരുക്കൽ. എല്ലാ വിഷയത്തിലും വുളൂ ചെയ്യുന്ന സമയത്തും വെള്ളം ഉപയോഗിക്കുന്ന സമയത്തും ഏത് കാര്യത്തിലും അവൻ മിതത്വം പാലിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അടിമകളെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വഇബാദുർ റഹ്മാൻ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്തെ ചില ആയത്തുകളിൽ അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു തആല അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെട്ട അടിമകൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ അടിമകൾ. അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വളരെ വിനയാന്വിതരായി സഞ്ചരിക്കുന്നവരാണ്. അള്ളാന്റെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ വിനയത്തോടെ നടക്കുകയുള്ളൂ. അഹങ്കാരം അവർക്കില്ല, പൊങ്ങച്ചം അവർക്കില്ല. വളരെ വിനയത്തോടുകൂടെ ഭൂമിയിലൂടെ നടക്കുന്നവരാണ് എന്റെ അടിമകൾ. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്. നടത്തത്തിൽ വിനയം, നടത്തത്തിൽ മിതത്വം. ഖുർആൻ പഠിപ്പിക്കുക, എല്ലാത്തിലും മിതത്വം വേണം. വിശുദ്ധ ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ നടക്കണം എന്ന് പഠിപ്പിക്കുന്നു, എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിക്കുന്നു, സംസാരിക്കുമ്പോൾ എങ്ങോട്ട് നോക്കണം എന്ന് വരെ പഠിപ്പിക്കുന്നു അല്ലാഹുവിന്റെ ഖുർആൻ. നടക്കുന്ന സമയത്ത് മിതത്വം പാലിക്കാൻ പറയുകയാണ്. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നോക്കൂ നിങ്ങൾ, ഖുർആന്റെ കൽപ്പന. വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മധ്യനില സ്വീകരിക്കുക. നീ നടക്കുമ്പോൾ ഒരു മധ്യനിലയിൽ നടക്കുക. മിതത്വം, മിതമായ രൂപത്തിൽ, മധ്യമായ നിലയിൽ. അഹങ്കാരത്തോടുകൂടെ നടക്കണ്ട, പറ്റ ചെറുതാവുകയും വേണ്ട. ഒരു മിതമായ രൂപത്തിൽ നടക്കണം. അഥവാ മനുഷ്യന്മാർ നടക്കും പോലെ നടക്കണം ഭൂമിയിൽ. ചില ആളുകൾക്ക് നല്ല വസ്ത്രം ധരിച്ച് ശാരീരികമായി തരക്കെടില്ലാത്ത രൂപവും കയ്യിൽ സമ്പത്തെല്ലാം ഉണ്ടാകുമ്പോ അവന്റെ നടത്തത്തിനൊക്കെ ഒരു മൊഞ്ചുണ്ടാകും. അത് വേണ്ട. ഈ ഭൂമിന്റെ അടിയിൽ കിടക്കേണ്ടവനാണ് നീ, ആ ഓർമ്മ വേണം. അതുപോലെ സ്ത്രീകൾക്കും ഉണ്ടാകും അല്പം സൗന്ദര്യവും ചേലും കോലും ഒക്കെ ഉണ്ടാകുമ്പോ 4 ആളുകളെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ നടത്തത്തിനൊക്കെ ഒന്ന് ഫാഷൻ കൂട്ടും. കല്യാണ വീട്ടിലൊക്കെ കുറെ ആളുകൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവും, ഒരു പണി ഉണ്ടാവില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കയറി വരാൻ ഫാഷൻ പരേഡ് പോലെ ഒരേ വഴിയേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പുറവും കസാലട്ട് ആണുങ്ങൾ, ഇപ്പോഴും കസാലട്ട് പെണ്ണുങ്ങൾ. സാധാരണ പർദ്ദട്ട് മുഖം മറച്ച് നടക്കുന്ന പെണ്ണും കല്യാണത്തിന് പോകുമ്പോൾ സാരി ഉണ്ടാവും. എന്താ കാരണം? അത് 4 ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ മോശമാകാൻ പറ്റുമോ? എന്നിട്ട് സാരി എടുത്ത് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ കാണിച്ച് 2 ഭാഗത്തും ഇരിക്കുന്ന പുരുഷന്മാരെ മുമ്പിലൂടെ ഒരു നടത്തം. ആ നടത്തം സാധാരണ നടക്കുന്ന നടത്തല്ല. 4 ആൾ നോക്കാനുണ്ടാവുമ്പോൾ അതിനനുസരിച്ചൊരു ഫാഷൻ പരേഡ്. അതായ സ്വഭാവം, അഹങ്കാരം. ഖുർആൻ പറയാ, വഖ്സിദ് ഫീ മശീക, നടക്കുമ്പോൾ മധ്യനില സ്വീകരിക്കണം. മനുഷ്യന്മാർ നടക്കും പോലെ നടക്കണം. നടത്തം പഠിപ്പിക്കുന്നു അള്ളാന്റെ ഖുർആൻ. മനുഷ്യർക്ക് മിതമായ നടത്തം. മനുഷ്യൻ നടക്കേണ്ട കോലം എങ്ങനെ പഠിപ്പിക്കുന്നു? വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മധ്യനില സ്വീകരിക്കുക. വഗ്ളുൽ മിൻ സൗതിക, നിന്റെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും മോശപ്പെട്ട ശബ്ദം കഴുതന്റെ ശബ്ദമാണ്. കഴുതരാഗം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഗർജിക്കരുത് നീ. ജനങ്ങളോട് തട്ടിക്കേറി വലിയ ഭാഷ പറയരുത്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. എന്തെങ്കിലും നിസാര പ്രശ്നമുണ്ടായാൽ ഞാൻ നിന്നെ അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, അടിച്ച് കാല് മുറിച്ച് കളയും എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം, നമ്മളെ മേലെ വേറൊരാൾ ഇത് കേൾക്കുന്നുണ്ട്. നമ്മളെക്കാൾ ശക്തനായ ആൾ, നമ്മളെക്കാൾ ബലഹീനരായ ആളുകളോട് തട്ടിക്കേറുമ്പോൾ ബലവാനായ റബ്ബിനെ ശ്രദ്ധിക്കണം. ബലവാനായ റബ്ബ് ബലഹീനരോട് കൂടെയാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, ബലഹീനരോട് തട്ടിക്കേറാൻ പോവരുത്, ബലഹീനരെ ബുദ്ധിമുട്ടാക്കാൻ പോവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലഹീനരോട് കൂടെയാണ്. നിങ്ങൾ ബലഹീനരെ ദ്രോഹിച്ചാൽ ബലവാനായ റബ്ബ് ബലഹീനരുടെ കൂടെ കൂടും. പിന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും, നിങ്ങൾ തകർന്ന് തരിപ്പണമാകിപ്പോവും. അങ്ങനെ പറഞ്ഞ എത്ര ആളുകളുണ്ട്. ഒരു കാലത്ത് പോക്കിരിത്തരം പറഞ്ഞവർ ഇനി എണീക്കാൻ പറ്റാതെ കിടക്കുന്നവരാണ്. അനുഭവമുണ്ട്.
എത്രയോ അനുഭവം നിങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നിന്റെ ശബ്ദം നീ താഴ്ത്തി സംസാരിക്കണം. ഗൗരവമുള്ള വർത്തമാനം പറയുമ്പോൾ നല്ല പോലെ ആലോചിക്കണം. അത് കേൾക്കുന്ന റബ്ബുണ്ട്, റെക്കോർഡ് ചെയ്യുന്ന ഭൂമിയുണ്ട്. ഭൂമി റെക്കോർഡറാണ്, ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുണ്ട്. അള്ളാന്റെ മലായിക്കത്ത് എഴുതി വെക്കുന്നുണ്ട്, ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഭൂമി റെക്കോർഡ് ചെയ്യുന്നു. നടത്തം, നിന്റെ സംസാരം കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയാണ്, ലുഖ്മാനുൽ ഹകീം തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ കൂട്ടത്തിൽ പറയാണ്, മകനെ നീ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ അമർത്തി ചവിട്ടി നടക്കരുത്. ഞാൻ തരക്കേടില്ല എന്ന രൂപത്തിൽ ഭൂമിയിലൂടെ അഹങ്കാരപൂർവ്വം നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള, നീ എങ്ങനെ ചവിട്ടി നടന്നാലും അള്ളാന്റെ ഭൂമി പിളർത്താ നിന്നെ കൊണ്ടാവില്ല. എങ്ങനെ ചവിട്ടിയാലും ഭൂമി പിളരൂല, ഭൂമിയെ പിളർത്താൻ നിന്നെ കൊണ്ടാവില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ, മലയോളം പർവ്വതത്തിനോളം ഉയരം പ്രാപിക്കാനും നിന്നെ കൊണ്ടാവില്ല. നീ വലിയവനെന്ന് തോന്നിയാൽ പർവ്വതത്തിനോളം നീ ഉയരുന്നില്ല. നീ എങ്ങനെ അമർത്തി ചവിട്ടിയാലും ഭൂമി പിളരുന്നില്ല. അതുകൊണ്ട് മധ്യനിലയിൽ നടക്കണം, മധ്യശബ്ദത്തിൽ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ ആരെ മുഖത്തേക്ക് നോക്കണം? ചില ആളുകൾ മുഖത്ത് നോക്കി സംസാരിക്കൂല. വലിയ വലിയ ആളുകൾ സംസാരിക്കുമ്പോ മുമ്പിലിരിക്കുന്ന ആളൊരു പാവപ്പെട്ടവനാണെങ്കിൽ അവന്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ അങ്ങോട്ടെങ്കിൽ നോക്കി സംസാരിക്കുന്ന ആളുകൾ അതിൽ ചാവി ഇങ്ങനെ കറക്കി വേറെ ഭാഗത്തേക്ക് നോക്കി സംസാരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സംസാരിക്കും. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിയുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ കാണാം. അല്ലേ? സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട്. ഒരാള് വന്നാൽ ആളെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു മനുഷ്യനാണ് ഈ വന്നത്, എന്നെ പോലത്തെ ഒരു മനുഷ്യനാണ്. ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ എന്നേക്കാൾ സ്ഥാനമുള്ളവനാകും. ആ ബോധമൊന്നുമില്ലാതെ വളരെ താഴേക്കിടയിലുള്ള ആളുകളായി കണ്ടുകൊണ്ട് ചില ആളുകളെ മുഖത്തേക്ക് പോലും നോക്കാതെ സംസാരിക്കുന്നവരുണ്ട്. ഖുർആൻ തിരുത്തുകയാണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളെ തൊട്ട് നിന്റെ കവിൾത്തടം തിരിച്ചു കളയരുതേ. ജനങ്ങളോട് സംസാരിക്കും അവരെ മുഖത്തേക്ക് നോക്കി സംസാരിക്കണം. ജനങ്ങളെ മുഖത്ത് നോക്കാതെ അവരെ നിസാരന്മാരായി കണ്ടുകൊണ്ട് വലാ തുസഗിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളെ തൊട്ട് മുഖം തിരിച്ചുകൊണ്ട് സംസാരിക്കരുത്. എന്തൊരു ഖുർആൻ! സംസാരിക്കുമ്പോൾ എവിടെ നോക്കണം? മുഖത്ത് നോക്കി സംസാരിക്കണം. നടക്കുമ്പോ എങ്ങനെ നടക്കണം? ശബ്ദം എങ്ങനെയാവണം? ഏത് വിഷയത്തിലും മിതത്വം പാലിക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അടിമകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുന്നവരാണവർ. ഭൂമിയിലൂടെ നടക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ വിഷയം കൂടി പറഞ്ഞോട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശരിക്ക് ഹൃദയത്തിൽ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയം, നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സൂറത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഓതിക്കൊടുക്കുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ ശക്തമായ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമിയുടെ ഉള്ളിലുള്ള വസ്തുക്കളെല്ലാം പുറത്തേക്ക് തള്ളപ്പെട്ടാൽ, വഖാലൽ ഇൻസാനു മാലഹാ, അന്ന് മനുഷ്യൻ പറയും, പടച്ചവനെ ഈ ഭൂമിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഭൂമിന്റെ വർത്തമാനം ഭൂമി തന്നെ സംസാരിക്കും. അല്ലേ? നമ്മൾ ചർച്ച ചെയ്ത മുമ്പ് ഭൂമിയുടെ കാര്യം ഭൂമി തന്നെ പറയും. ഭൂമി ഇങ്ങനെ സംസാരിക്കുമെന്നാണ്. ഭൂമി എന്താ സംസാരിക്കുന്നത്? നബി തങ്ങൾ ചോദിച്ചു, അൽ തദ്റൂന മാ ഖുബാറുഹാ, ഭൂമിന്റെ സംസാരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഭൂമി അള്ളാഹിനോട് സംസാരിക്കും. ഭൂമി സാക്ഷിയാണ്. നിങ്ങളുടെ നടത്തവും നിങ്ങളെ ഇരുത്തവും നിങ്ങളെ സംസാരവും നിങ്ങളെ ബിസിനസ്സും എല്ലാം ഭൂമി റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി സംസാരിക്കും.
അമില ഫുലാനുൻ കദാ വകദാ ഫീ മകാനി കദാ വകദാ. പടച്ചവനെ, ഇന്നാലിന്നവന്റെ മകൻ, ഇന്നാലിന്ന മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ചു ഇന്ന തെറ്റ് ചെയ്തു റബ്ബേ എന്ന് ഭൂമി തന്നെ പടച്ച റബ്ബിനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് യൗമൈദിൻ, അന്നത്തെ ദിവസം തുഹദ്ദിസു, ഭൂമി പറയും, അഖ്ബാറഹ, ഭൂമിന്റെ ചരിത്രം ഭൂമി അങ്ങനെ പറയും. ഭൂമി ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്ന മനുഷ്യരെ, നിങ്ങളെ സർവ്വ പ്രവർത്തനങ്ങളും ഭൂമി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ പരലോകത്ത് അത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നിങ്ങളെ സർവ്വകാര്യവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഭൂമിയിലോ മധ്യനിലയിൽ നടക്കുന്ന ആളുകളാണ് അള്ളാന്റെ അടിമകൾ, അള്ളാഹ് പൊരുത്തപ്പെട്ട ആളുകൾ. പിന്നെ പടച്ച റബ്ബ് പറയുന്നത്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അല്ലാഹുവിൽ പൊരുത്തപ്പെട്ട അടിമകൾ, വല്ലദീന ഇദാ അൻഫഖൂ, ചെലവഴിക്കുന്ന ആളുകളാണ്. അവർ ചെലവഴിച്ചു കഴിഞ്ഞാൽ ലം യുസ്രിഫൂ, ഒരിക്കലും അവർ ദുർവ്യയം ചെയ്യൂല. വലം യഖ്തുറൂ, പറ്റ ഫഖീർ തരം, പറ്റ പിഷ്കത്തരവും കാണിക്കൂല. വകാന ബൈന ദാലിക ഖവാമാ, മധ്യനില സ്വീകരിക്കുന്നവരാണ്, മിതത്വം സ്വീകരിക്കുന്നവരാണ്. ഓവറായി പണം ചെലവഴിക്കുന്നവരല്ല. വീടുണ്ടാക്കുമ്പോഴായാലും ശരി, വസ്ത്രം വാങ്ങുമ്പോഴായാലും ശരി, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായാലും ശരി, ഏത് കാര്യത്തിലായാലും ഓവറായിട്ട് അധികമായിട്ട് ദുർവ്യയം ചെയ്യുന്നവരല്ല. പറ്റ ബഖീൽ തരം കളിക്കുന്നവരുമല്ല. അതിൻ്റെ ഇടക്ക് മധ്യമായ നില സ്വീകരിക്കുന്നവരാണ്, മിതത്വം പാലിക്കുന്നവരാണ് അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകളെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പൊരുത്തപ്പെട്ട അടിമകൾ എങ്ങനെ? അവർ മിതത്വം പാലിക്കുന്നവരാണ്. ബന്ധങ്ങൾ, അത്തരം ബന്ധങ്ങളെ കർശനമായി എതിർക്കുന്നു പരിശുദ്ധ ദീൻ. അള്ളാന്റെ റസൂൽ അങ്ങേയറ്റം വെറുക്കുന്നു, ഖുർആൻ വെറുക്കുന്നു. നോക്കാൻ പോലും പാടില്ല, കണ്ണടക്കണമെന്ന് പറഞ്ഞ ശരീഅത്ത് വിശുദ്ധ ഖുർആൻ ശക്തമായി എതിർക്കുന്ന കാര്യം നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അത് ചെറിയ തെറ്റാണെന്ന് വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ റസൂല് വെറുത്ത കാര്യങ്ങളെ വാരി പുണരാണത്.